നമ്മൾ അറിയാതെ ഗൂഗിൾ പേയിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട്, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോ ഡെബിറ്റ് വഴി നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടുന്നത് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് ഒരുപാട് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 149 രൂപയാണ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് നിരവധി ആപ്ലിക്കേഷനിലൂടെ എനിക്ക് ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ആയിട്ട് നമ്മളെല്ലാവരും വളരെ ഇഷ്ടത്തോടെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ എന്നുള്ളത്. അപ്പോൾ ഈ ഗൂഗിൾ പേയിലൂടെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മുകളിൽ വലത്തെ സൈഡ് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. ആ പ്രൊഫൈലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. അത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഓട്ടോ പേ എന്ന് കാണാൻ പറ്റും. ആ ഓട്ടോ പേയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓട്ടോ പേയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിലവിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ട് ലൈവ്. അത് ലൈവിലല്ല എങ്കിൽ ആ ലൈവിലേക്ക് നിങ്ങൾ മാറ്റുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ആപ്ലിക്കേഷനിലൂടെ എൻ്റെ ക്യാഷ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോട്ട്സ്റ്റാറിലൂടെയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയൊക്കെ എനിക്ക് ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ലോൺ എടുത്തത് കൂടാതെ നമ്മൾ അറിയാതെ സംഭവിച്ച ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഹോട്ട്സ്റ്റാർ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്തു. അതിൽ ക്യാൻസൽ ഓട്ടോ പേ എന്ന് നമുക്ക് താഴെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒന്നും കൂടി നമ്മളോട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമുക്ക് ഇതുപോലെ ചോദിക്കും, യെസ് ക്യാൻസൽ ഓട്ടോ പേ. അപ്പോൾ അതിലും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റർ UPI പിന്നാണ് ചോദിക്കുക. എല്ലാവർക്കും ഒരു UPI പിന്നുണ്ട്. ആ പിന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇത് ക്യാൻസലായി എന്ന് പറയുന്നൊരു മെസ്സേജാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. ഇതാ ക്യാൻസലിങ് ഓട്ടോ പേ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഓട്ടോ പേ ക്യാൻസൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ വരും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാം നമ്മൾ എത്രത്തോളം നമ്മൾ അറിയാതെ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടോ. ക്രാഫ്റ്റ് മറ്റൊരു ആപ്ലിക്കേഷനിലൂടെ എനിക്ക് 99 രൂപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇത് എല്ലാ മാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് ഇത് അറിയാതെ ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നോക്കൂ, ഇവിടെ എല്ലാ മാസവും 99 രൂപ വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. യെസ് ക്യാൻസൽ ഓട്ടോ പേ കൊടുക്കുകയാണ്. നമ്മുടെ എൻ്റർ UPI പിന്ന് നമ്മളവിടെ കൊടുക്കണം. ആ UPI പിന്ന് കൊടുത്തതിന് ശേഷം അത് ക്യാൻസൽ ആകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും അത് ക്യാൻസൽഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം അതും നമുക്ക് ഇനി അടുത്ത മാസം മുതൽ നമുക്ക് നഷ്ടമാകില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും അല്ലേ? അറിഞ്ഞുകൊണ്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ബജാജ് ഫിനാൻസ് വഴി ഞാനൊരു ഫോൺ പർച്ചേസ് ചെയ്തിരുന്നു. അതിൻ്റെ എമൗണ്ട് വളരെ കൃത്യമായിട്ട് എല്ലാ മാസവും ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അറിയാതെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കമ്പനിക്ക് അനുവാദം കൊടുത്തിട്ടുള്ളതാണ്. ഇനി അത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കമ്പനീനെ വിളിക്കണം. കസ്റ്റമർ കെയറിൽ വിളിച്ച് അത് കൺഫേം ചെയ്തതിന് ശേഷമൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്ന ഒരിടപാട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതൊന്നും നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്നില്ല എന്നുള്ളതാണ്.